അപ്പോൾ നമ്മൾ പുതിയൊരു പ്രോബ്ലം ചെയ്യണം. ആ പ്രോബ്ലം NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 1.2 10ാമത്തെ പ്രോബ്ലം ചെയ്യുന്നത്. എല്ലാ പ്രോബ്ലം ചെയ്ത് നടക്കില്ല, ചില പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ചിലതൊന്നും ചെയ്ത് നോക്കാമെന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് റൂൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ വർക്കിംഗ് റൂൾ ഞാൻ മാറ്റിയിട്ടില്ല, അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. ഇത് പഠിക്കണം നിങ്ങൾ. ഇത് പഠിച്ചാൽ ഏത് കണക്കും ചെയ്യാം, ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഓരോന്ന് ചെയ്യുമ്പോഴും ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അത് ഏത് ഡൊമൈനിൽ വരുന്നോ ഡൊമൈനിൽ നിന്ന് നോക്കണം. ആ ഡൊമൈനിൽ ആ അംഗം ഉണ്ടോ നോക്കിയാൽ മതി, അത്രേ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ പ്രോബ്ലത്തിലും ഈ വർക്കിംഗ് റൂള് ഇതിൻ്റെ കൂടെ തന്നെ കരുതുന്നതെന്നർത്ഥം. അതിന് സ്പേസ് കുറയുന്നുണ്ട്, അതുകൊണ്ട് ഒതുക്കിയിട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തടുത്ത് ഇംപ്ലൈസ് വെച്ചിട്ടുണ്ട്. മനസ്സിലാക്കാത്ത പ്രശ്നമൊന്നുമില്ല, നന്നായി ഇംപ്ലൈസിൽ മനസ്സിലാക്കാം. നമുക്ക് അത് കുറച്ച് ഒതുക്കി ചെയ്തിരിക്കുക. അത്രയും ഭാഗത്ത് പ്രോബ്ലത്തിൻ്റെ പകുതി ഒതുക്കി, ഇനി പകുതി അടുത്ത സെക്ഷനിൽ ചെയ്യാം. അപ്പോൾ എന്താ ആദ്യം ചെയ്യുന്നത്? പ്രോബ്ലം നോക്കൂ. എക്സസൈസ് 1.2 10ാമത്തെ പ്രോബ്ലമാണ് ചെയ്യുന്നത്. ലെറ്റ് A ഈക്വൽ ടു R മൈനസ് സെറ്റ് ഓഫ് 3. എ എന്ന് പറഞ്ഞ സെറ്റാണ്. എ എന്നുള്ള സെറ്റ് എന്താണ്? റിയൽ നമ്പറിൻ്റെ സെറ്റിൽ നിന്ന് മൈനസ് സെറ്റ് ഓഫ് 3 സെറ്റുകളുടെ ഡിഫറൻസ് കാണല. ഡിഫറൻസ് ഓഫ് 2 സെറ്റ്സ്. അതിനർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ R മൈനസ് സെറ്റ് ഓഫ് 3 എന്ന് പറഞ്ഞ അർത്ഥം R എന്ന സെറ്റിൽ ഉള്ളതും വലതുവശത്തെ സെറ്റിൽ ഇല്ലാത്തതുമെന്നാണ്. അങ്ങനത്തെ എലമെൻ്റാണ് എടുക്കേണ്ടത്. അതർത്ഥം R എന്നുള്ള സെറ്റ് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് അതിലുള്ളതും ഈ സെറ്റിൽ ഏത് സെറ്റ്? സെറ്റ് ഓഫ് 3 ഇല്ലാത്ത ഏതാ? 3 തന്നെ. അങ്ങനെ ഉള്ളത് ഈ 3 ഉണ്ടാകുമ്പോൾ 3 ഒഴികെയുള്ള അക്കങ്ങളിൽ നിന്ന് കാണിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ്. R മൈനസ് സെറ്റ് 3 എന്ന് പറഞ്ഞ അർത്ഥം ആറിലുള്ളതും സെറ്റ് 3 ഇല്ലാത്തതും. സെറ്റ് 3 അല്ലല്ലോ, അത് പാടില്ല. അപ്പോൾ ആറിൽ അത് ഒഴികെയുള്ള എല്ലാ അംഗങ്ങളും ആവാമെന്നർത്ഥം. അതേ ഉള്ളൂ R മൈനസ് സെറ്റ് 3 എന്ന് പറഞ്ഞ അർത്ഥം. R മൈനസ് സെറ്റ് 3 എയുടെ ഇത് റോൾ അതാണ്. ഏതൊരു സെറ്റിനർത്ഥം R മൈനസ് സെറ്റ് 3 ആണ്. ആൻഡ് പി എന്നുള്ള സെറ്റ് R മൈനസ് സെറ്റ് 1 ആണ്. അങ്ങനെ ഒരു സെറ്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ സെറ്റ്. R മൈനസ് സെറ്റ് 1, ആറിലുള്ളതും സെറ്റ് 1 ഇല്ലാത്തതും. അതൊന്നും അല്ലാത്ത എല്ലാ അംഗങ്ങളും ഉണ്ടായിരിക്കും ആറിലെന്നർത്ഥം. അങ്ങനെ സെറ്റാണ്, 2 സെറ്റുകൾ, എയും ബിയും. അത് നിർത്തി. എന്നിട്ട് എന്താ? കൺസിഡർ ദ ഫങ്ഷൻ. ഫങ്ഷൻ കൺസിഡർ ചെയ്യണം. എന്താ ഫങ്ഷൻ്റെ പ്രത്യേകത? എഫ് ഫ്രം എ ടു ബി. എയിൽ നിന്ന്, എ എന്നുള്ള സെറ്റിൻ്റെ ഇത് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ബി എന്ന സെറ്റിലേക്ക് ഫ്രം എ ടു ബി ഡിഫൈൻഡ് ബൈ. ഡിഫൈൻ ചെയ്തിരിക്കുന്നു. എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു? ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3. ഇതാണ് ഡെഫിനിഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3. അതാണ് ഡെഫിനിഷൻ. ഈ ഡെഫിനിഷന് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇതാണ് മെയിൻ സ്റ്റേറ്റ്മെൻറ്റ്. ഫംഗ്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ. എക്സുമായിട്ട് എഫ് ഓഫ് എക്സിൻ്റെ ബന്ധമാണ് പറയുന്നത്. എക്സ് ഒരു സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എങ്ങനെ കാണും? എക്സ് മൈനസ് 2, എക്സ് എന്ന് 2 കുറച്ചിട്ട് ബൈ എക്സ് മൈനസ് 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ആണ് എഫ് ഓഫ് എക്സ് കിട്ടുക. അതാണ് ആ നിയമം ആണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ചോദിക്കുകയാണ്, ഈസ് എഫ് 1 1 ആൻഡ് ഓൺ 2. ഈ എഫ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഈ ഫംഗ്ഷൻ 1 1 ഓൺ 2 ആണോ എന്നാണ് ചോദ്യം. അത് അടുത്ത ചോദ്യം കൂടി ഉണ്ട്. ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങളെ ഉത്തരം ജസ്റ്റിഫൈ ചെയ്യുക, ന്യായീകരിക്കുക നിങ്ങളുടെ ഉത്തരങ്ങൾ. ന്യായീകരണം ചെയ്തതിന് ന്യായീകരണം, അതിന് പ്രത്യേകം ന്യായീകരിക്കുകയല്ല. ശരിക്കും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായ ഡെവലപ്മെൻ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ ഓരോന്ന് അതിൻ്റെ യുക്തിസഹമായ ഇംപ്ലൈ ചെയ്തിട്ട് വേണം ഉത്തരത്തിലെത്താൻ. അപ്പോൾ തന്നെ ജസ്റ്റിഫിക്കേഷൻ. അപ്പോൾ ജസ്റ്റിഫിക്കേഷൻ വേറെ എഴുതേണ്ട കാര്യമില്ല, ഇത് തെളിയിച്ചാൽ മതി. തെളിയിക്കുന്നതിന് യുക്തിസഹമായിട്ടുള്ള രീതിയിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ജസ്റ്റിഫൈ ചെയ്യാനൊന്നുമില്ല എന്നർത്ഥം. അപ്പം നമുക്ക് ഈ കണക്കൊന്ന് ചെയ്ത് നോക്കാം. സൊല്യൂഷൻ എഴുതി വെച്ചു, ഒതുക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്, അടുത്തടുത്ത് എഴുതിയിട്ടുണ്ട്. അതിനോട് പ്രശ്നമൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 1 ആണോ നോക്കണം. നമ്മൾ 1 1 ആണോ നോക്കാനുള്ള സൊല്യൂഷൻ. അത് നോക്കാനുള്ള നിയമം എന്താണ്? 1 1 ആണോ നോക്കാനുള്ളൂ. അതേ നിയമം തന്നെ നമ്മൾ ഏത് കണക്കിന് ഇതാണെന്ന് ഉപയോഗിക്കുക.
take two arbitrary elements x1 and x2. Two arbitrary elements in ഇത് എയിൽ നിന്ന് ബിയിലേക്ക് എയിൽ നിന്ന് എടുക്കണം അത് ഡൊമൈനിൽ എടുക്കണം എന്നർത്ഥം. എയിൽ നിന്ന് എടുത്തു x1 and x2 ഫ്രം എയിൽ നിന്ന് എടുത്തത്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? r മൈനസ് √3 അതിൽ നിന്ന് എടുത്തത് എടുത്തു നമ്മൾ. എന്നിട്ട് അടുത്ത എന്താ ചെയ്യേണ്ടത്? അതെടുത്തു x1 x2 എയിൽ നിന്ന് എടുത്തു. ആൻഡ് ഫൈൻഡ് f of x1 ആൻഡ് f of x2. f of x1ഉം f of x2ഉം കാണുക. f of x1 എങ്ങനെ കാണുക? ഈക്വൽ ടു ഈ f of x ഈക്വൽ ടു x മൈനസ് 2 ബൈ x മൈനസ് 3 ആണ്. അപ്പോൾ f of x1 എന്ത് വരും? ആ x മാറ്റിയിട്ട് ആ സ്ഥാനത്ത് x1 കൊടുക്കണം. അപ്പോൾ f of x1 എന്ന് പറഞ്ഞാൽ x1 മൈനസ് 2 ബൈ x1 മൈനസ് 3 അങ്ങനെ വരും. f of x1 എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ സ്ഥാനത്ത് x1 വരും എന്നർത്ഥം. x1 മൈനസ് 2 ബൈ x1 മൈനസ് 3 ഇതാണ് f of x1. ആൻഡ് f of x2 എന്ന് പറഞ്ഞാലോ x മാറ്റിയിട്ട് x2 കൊടുക്കുക. f of x2 ഈക്വൽ ടു x2 മൈനസ് 2 ബൈ x2 മൈനസ് 3 അതാണ് f of 2 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കണ്ടു, ഇത് കണ്ടു. f of x1 f of x2 കണ്ടു നമ്മൾ. ഇനി എന്താ? ലെറ്റ് f of x1 ഈക്വൽ ടു f of x2 അങ്ങനെ വിചാരിക്കുക, അങ്ങനെ സങ്കല്പിക്കുക. ഇപ്പം നമ്മൾ എഴുതി ലെറ്റ് f of x1 ഈക്വൽ ടു f of x2 എന്ന് എഴുതി. അതിനർത്ഥം എന്താ? f of x1 എന്ന് പറഞ്ഞാൽ എന്താണ്? x1 മൈനസ് 2 ബൈ x1 മൈനസ് 3. അപ്പോൾ അത് എഴുതി ഇംപ്ലൈസ്, ഇത് ഇംപ്ലൈ ചെയ്യുന്നു x1 മൈനസ് 2 ബൈ x1 മൈനസ് 3 മനസ്സിലായോ? ഈക്വൽ ടു f of x2ൻ്റെ സ്ഥാനത്ത് അത് എഴുതാമല്ലോ, ഈക്വൽ ടു x2 മൈനസ് 2 ബൈ x2 മൈനസ് 3 മനസ്സിലായോ? അതേ കണക്ക് തന്നെ, ഏത് കണക്കും എന്തിനു ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തതിനെ ഇപ്പോൾ ഈ സാധനത്തിന് ഇങ്ങോട്ട് കൊടുക്കണ്ടേ? ഈ ഡിനോമിനേറ്ററുടെ സാധനം ഇവിടെ ഗുണിക്കാതാവും. അപ്പോൾ x മൈനസ് 2 ഇൻറ്റു മൈനസ് 2 x1 മൈനസ് 2 ഈ x2 മൈനസ് 3 ഇവിടെ ഗുണിക്കണം. അപ്പോൾ x1 മൈനസ് 2 ഇൻറ്റു x2 മൈനസ് 3 വരും. ഇതാ x1 മൈനസ് 2 ഇൻറ്റു x2 മൈനസ് 3 മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഡിനോമിനേറ്ററിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, ഡിനോമിനേറ്ററിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. ഈ ഡിനോമിനേറ്ററിലുള്ള x1 മൈനസ് 3 അങ്ങോട്ട് കൊണ്ടുപോകാം. ഇതാ കൊണ്ടുപോയി ഇവിടുത്തെ x2 മൈനസ് 2 അടക്കുന്നുണ്ട്. x2 മൈനസ് 2 താഴെയുള്ള ഡിനോമിനേറ്ററിലുള്ള x1 മൈനസ് 3 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഗുണിക്കണം എന്നായി. അപ്പോൾ ഈ രൂപത്തിലേക്കായി. എന്നിട്ട് ഈ ബ്രാക്കറ്റ് മാറ്റുക, ഗുണിക്കുക എന്നർത്ഥം. ഗുണിക്കുക എന്താ? ഈ x1നെ ഇതുകൊണ്ട് ഗുണിക്കും, ഇത് തമ്മിൽ ഗുണിക്കുക എങ്ങനെ? ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കണം, ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കണം, പ്ലസ് ഇതിനെ ഇതുകൊണ്ട് ഇതിനെ ഇതുകൊണ്ട് 4 ഗുണനം വേണമെന്നർത്ഥം. 4 ടേം ഉണ്ടായിരിക്കും. ആദ്യം x1 ഇൻറ്റു x2 x1 x2, പിന്നെ x1 ഇൻറ്റു മൈനസ് 3x1, മൂന്നാമത്തെ ടേം മൈനസ് 2 ഇൻറ്റു x2 മൈനസ് x2 മൈനസ് 2x2, മൈനസ് 2 ഇൻറ്റു x2 മൈനസ് 2x2 ഇനി മൈനസ് 2 ഇൻറ്റു മൈനസ് 3 മൈനസ് പ്ലസ് 6 വെട്ടിനെ അതെന്താ കാരണം പറയാം, പ്ലസ് 6. പിന്നെ അടുത്തത് ഇനി ഈ ഭാഗം ബ്രാക്കറ്റ് മാറ്റുക, ഗുണിക്കാൻ നടത്തും. ഗുണിക്കുമ്പോൾ ബ്രാക്കറ്റ് മാറും. x2 ഇൻറ്റു x1 x2 x2 ഇൻറ്റു മൈനസ് 3x2 മൈനസ് 2 ഇൻറ്റു x1 മൈനസ് 2x1, ഇത് മൈനസ് 2 ഇൻറ്റു x1 മൈനസ് 2 ഇൻറ്റു മൈനസ് 3 പ്ലസ് 6. ഇത് ഈക്വേഷൻ കിട്ടി. ആ ഈക്വേഷൻ്റെ കോമൺ ഫാക്ടേഴ്സിനെ കട്ടിക്കളയും. ഇപ്പോൾ ഇവിടെ ഫാക്ടേഴ്സ് അല്ല, കോമൺ ടേംസിനെ കട്ടിക്കളയും. ഇവിടെയും x1 പ്ലസ് x2 ഉണ്ട്, അപ്പുറത്തുണ്ട് x1 പ്ലസ് x2. ഈ ഈക്വേഷൻ രണ്ട് ഭാഗത്ത് കൂട്ടിയ സാധനം കട്ട് ചെയ്ത് കളയാം നമുക്ക്. അപ്പോൾ x1 x2 കട്ട് ചെയ്തു, ഇവിടുത്തെ x1 x2 കട്ട് ചെയ്തു, പ്ലസ് ആർ ഇവിടെ കട്ട് ചെയ്തു, അവിടെയും കട്ട് ചെയ്തു. അപ്പോൾ എന്ത് ബാക്കിയുണ്ട്? മൈനസ് 3x1 മൈനസ് 2x2 ബാക്കിയുണ്ടോ? ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്തുണ്ടാവും? മൈനസ് 3x1 പ്ലസ് മൈനസ് 2x1 മൈനസ് 2x2 മൈനസ് 3x1 മൈനസ് 2x2 x2 ആണ്. ഓക്കെ, ബാക്കി ഉണ്ടാവും. റൈറ്റ് സൈഡിലോ മൈനസ് 3x2 മൈനസ് 2x1 മൈനസ് 3x2 മൈനസ് അതല്ല
ഇങ്ങനെ കിട്ടിയിട്ട് ഈ സൈഡ് മാറ്റിയിട്ടിട്ടു. അതാ കാരണം ഇതേ ഈ -3x1 ഇവിടേക്ക് ഇവിടെ നിന്ന് കിട്ടും. ഈ 2x1 ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ +2x1 വരും. അപ്പോൾ ഇത് x1 തന്നെയാണ്. അതായത് ആ ഒരു വഴി ഒഴിവാക്കിയിട്ട് ചെയ്താൽ ഇതിങ്ങോട്ട് കൊടുക്കുന്നു. -2x1 ഇങ്ങോട്ട് കൊടുക്കുന്നു. ഈ x1 അടുത്തേക്ക് കൊടുക്കുന്നു. ലൈക്ക് ടൈംസ് കൂട്ടാൻ വേണ്ടിയിട്ട് -3x1 അടുത്തേക്ക് ഈ -2x1 ഇങ്ങോട്ട് +2x1 വരും. അപ്പോൾ +2x1 അതിനാണ് ശരി. ഞാൻ എഴുതി ശരിയായിരുന്നു. +2x1 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ -3x2 ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ -2x2 അങ്ങോട്ട് +2x2 വരും. +2x2 അപ്പോൾ +2 ഇതുണ്ടോ അങ്ങോട്ട് പോയപ്പോൾ +2x2. അപ്പോൾ അങ്ങോട്ട് മാറ്റി ലൈക്ക് ടേംസ് ഒക്കെ അടുത്തടുത്ത് എത്തി. കൂട്ടാലോ ലൈക്ക് ടേംസിനെ കൂട്ടാം. ലൈക്ക് ടേംസ് എന്ന് എന്താ? ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേരിയബിൾ ഒരേപോലെ അതിൻ്റെ എക്സ്പോണൻ്റ് ഒരേപോലെ ടേംസിനാണ് പറയുക ലൈക്ക് ടേംസ് എന്ന്. അങ്ങനത്തെ ടേംസ് നമുക്ക് കൂട്ടാം. അപ്പോൾ -3x1 +3x1 കൂട്ടി എന്ത് വരും? -x1 വരും. ഇത് രണ്ടും കൂട്ടുമ്പോൾ -x1 വരും ഈക്വൽ ടു -3x2 +3x1 കൂട്ടിയാൽ -x2 വരും. അതിൽ രണ്ട് പുറത്ത് മൈനസ് ക്യാൻസൽ ചെയ്തു. ഇവിടെ -1 കൊണ്ട് ഹരിച്ചു, ഇവിടെ -1 കൊണ്ട് ഹരിച്ചു. അപ്പോൾ പോയി. അല്ലെങ്കിൽ -1 കൊണ്ട് രണ്ട് സൈഡും ഗുണിച്ചു. അപ്പോൾ മൈനസ് പോയി. x1 = x2 കിട്ടി. ഷോ ദാറ്റ് x1 = x2. ഷോ ചെയ്ത എന്താ അർത്ഥം? x1 x2 ആണെങ്കിൽ എന്താ അർത്ഥം? ഇത് 1 1 ആണെന്നാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ്. അപ്പോൾ അതാ സ്റ്റേറ്റ്മെൻറ്റിന് താഴെ എഴുതി. സിൻസ് f(x1) = f(x2) ഇത് ആണെങ്കിൽ ഇംപ്ലൈസ് x1 = x2 ആയതിനാൽ ഇതായതിനാൽ ഒരു കോമൺ f is 1 1. പ്രോബ്ലം കഴിഞ്ഞു. 1 1 ആണ് തെളിഞ്ഞു. നമ്മൾ ഇനിയിപ്പോൾ പഴയ പ്രോബ്ലത്തിലെ സബ്ജക്റ്റിവിറ്റിയാണ് നോക്കുന്നത്. ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഓൺ ടു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ പഴയ ഫംഗ്ഷൻ തന്നെ. ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഉണ്ട്. ആ ഫംഗ്ഷൻ പഴയ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അതിൽ ആ പിന്നെ 1 1 കണ്ട് ആ 1 1ൻ്റെ ഭാഗം തുടച്ച് കളഞ്ഞു മാത്രം. ഓൺ ടുവിൻ്റെ ഭാഗം മാത്രമാണ് നിൽക്കുന്നത്. ഓൺ ടു കാണാനുള്ള നിയമം വെച്ച് ഓൺ ടു കാണണം. ഇത്രയേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ അത് ഇതിപ്പോൾ കുറേ വളരെ വലിപ്പമുള്ള കുറേ ഫിഗേഴ്സൊക്കെ വന്നിട്ടുള്ളൊരു കണക്കാന്ന് മാത്രം. ഇത്രയേ ഉള്ളൂ പ്രശ്നം. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നോക്കൂ, ഓൺ ടു ആണെന്ന് തെളിയിക്കാൻ എന്ത് വേണം? ഇതാണ്. ടേക്ക് y ബിലോങ്സ് ടു കോഡമൈൻ ഓഫ് എഫ്. കോഡമൈൻ ഓഫ് എഫിൽ നിന്ന്, എഫിൻ്റെ കോഡമൈൻ, ഫംഗ്ഷൻ്റെ കോഡമൈനിൽ നിന്ന് y എടുക്കണം. ഏതെങ്കിലും ഒരു y എടുത്തു. അപ്പോൾ അതെടുത്ത് നമ്മൾ ടേക്ക് y ഫ്രം ബി. ഇതിവിടെ ഓൺ ടു എന്ന് എഴുതി. ഇവിടെയാണ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഓൺ ടുവിൻ്റെ ടേക്ക് y ഫ്രം ബി. ഇതാണ് കോഡമൈൻ. ഇതാണ് കോഡമൈൻ. എയിൽ നിന്ന് ബിയിലേക്ക്, എയിൽ നിന്ന് ബിയിലേക്ക്. ഇതാണ് കോഡമൈൻ. ഇത് ഡൊമൈൻ അവിടെ. കോഡമൈൻ നിന്ന് എടുക്കേണ്ടത്, ബിയിൽ നിന്ന് എടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ എടുക്കുകയാണ്. നോക്കൂ, ഫ്രം ബി. ബിയുടെ ഇതാണ് ബിയുടെ ഡെഫിനിഷൻ. r - set 1. ഇതാണ് റിയൽ നമ്പർ. 1 ഇല്ലാത്ത റിയൽ നമ്പറാണ് അർത്ഥം. 1 എന്നുള്ള അംഗം ഇല്ലാത്ത റിയൽ നമ്പറിൻ്റെ സെറ്റിനാണ് പറയുക r - set 1 എന്ന് പറഞ്ഞാൽ. അത് ദ കോഡമൈൻ ഓഫ് എഫ്. കോഡമൈൻ ആണല്ലോ. കോഡമൈൻ ആണ്. അത് വഴി ചേർത്തു. അപ്പോൾ കോഡമൈൻ നിന്ന് y എടുത്തു. ഇനി എന്ത് ചെയ്യണം? എടുത്തു. ഷോ ദാറ്റ് y = f of x. y = f of x കണ്ടു. നമ്മൾ എഴുതി ലെറ്റ് y = f of x എഴുതി. ഇംപ്ലൈസ്, അതെന്താ ഇംപ്ലൈ ചെയ്യുന്നത്? y = നിയമം വെച്ചു. f of x എന്ന് പറഞ്ഞാൽ x - 2/x - 3 ആണ്. അപ്പോൾ y = x - 2/x - 3 വരും. f of xൻ്റെ സ്ഥാനത്ത് ഈ ഫിഗർ അവിടെ കൊടുക്കും. മനസ്സിലായോ? x - 3 x - 2/x - 3 ആവും. y = x - 2/x - 3 ആവും. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ്. അതെന്താ ചെയ്യുക? ഈ x - 3 ഇങ്ങോട്ട് കൊടുക്കും. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ y = f of x എഴുതി കഴിഞ്ഞാൽ പിന്നെ ചെയ്ത് സോൾവ് ഫോർ x ആണ്. എക്സിന് വേണ്ടി സോൾവ് ചെയ്യണം. എക്സ് കിട്ടണമെന്ന്. അപ്പോൾ എക്സ് കിട്ടുന്ന രീതിയിൽ വേണം സോൾവ് ചെയ്യാൻ എന്നർത്ഥം. നോക്കാം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. ഇതാ, ഈ എക്സിനെ ഡിനോമിനേറ്ററിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. ഡിനോമിനേറ്റർ കിടക്കുന്ന എക്സിനെ പതുക്കെ പുറത്തേക്ക് കൊണ്ടുവരാം. ഡിനോമിനേറ്ററിൽ നിന്ന് മാറ്റാനുള്ള ഏറ്റവും എളുപ്പം വഴി എന്താ? മറുവശത്തേക്ക് കൊണ്ടുപോകാം. ഇക്വേഷനെ മറു സൈഡിൽ കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണമാവും. അപ്പോൾ ഈ x - 3 ഇങ്ങോട്ട് വരുമ്പോൾ y × x - 3 വരും. അവിടെ y × x - 3 എഴുതിയിട്ട് ഈക്വൽ ടു ഇവിടെ x - 2 മാത്രമേ ഉണ്ടാവും. ഈ x - 3 പോയല്ലോ. അപ്പോൾ ആ x - 2 ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി എന്ത് ചെയ്യണം? y ആണ് നമുക്ക് കാണേണ്ടത്. ഈ ബ്രാക്കറ്റുകൾ മാറ്റാം. y × x yx.
y ഇൻറ്റു -3 ആ ബ്രാക്കറ്റ് മാറ്റി x-2 അതും ബ്രാക്കറ്റ് മാറ്റി ഇവിടെ എഴുതി. അപ്പോൾ ഇങ്ങനെ മാറ്റി എഴുതി. ഇനി എക്സ് ഉള്ള ടേംസിനെ ഒരു ഭാഗത്തേക്കുണ്ട്. yx ഈ എക്സ് എന്ന് വരുമ്പോൾ -x വരും. അപ്പോൾ എന്ത് വരും? ഇംപ്ലൈസ് yx മൈനസ് എക്സ്, ഈ പ്ലസ് എക്സ് കൂടെ വരുമ്പോൾ -x. അതെന്തിനാ എക്സ് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, -x. അപ്പോൾ ഈ -2ൻ്റെ അടുത്ത് ഈ -3y ആണ് വരുമ്പോൾ +3y, അപ്പോൾ +3y -2 വരും. +3y -2 3y -2 ഇങ്ങനെ കിട്ടി. അപ്പോൾ yx മൈനസ് എക്സ് ഈക്വൽ ടു 3y -2 എന്ന് കിട്ടി. ഇനി ഇതായിട്ട് എക്സ് പുറത്തെടുക്കാമല്ലോ, ഇതിന്ന് എക്സ് പുറത്തെടുക്കാമല്ലോ. അപ്പോൾ എക്സ് പുറത്തെടുത്തു, എക്സ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബ്രാക്കറ്റിൽ എന്ത് കിട്ടി? ഇവിടെ എക്സ് പോയി കഴിഞ്ഞാൽ എന്ത് വരും? y വരും. അപ്പോൾ y അവിടെ മൈനസ് ഇവിടുന്ന് എക്സ് പോയാൽ 1 വരും. x/x 1, xy/x y, x/x 1, അപ്പോൾ y -1 വരും. അപ്പോൾ x × y -1 ആയിരിക്കും ഇത് വരിക. അങ്ങനെ വേർതിരിച്ച് ചെയ്യും. എന്നിട്ട് 3y -2 ഇങ്ങനെ കിട്ടി. 3y -2 കിട്ടി. പിന്നെ എന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്യണം? എക്സ് കാണണം. ഈ y -2 കൊണ്ടുപോയാൽ y -2 എക്സിനെ ഗുണിക്കാൻ ചെയ്ത് അങ്ങോട്ടുണ്ടോ ഹരിക്കണം. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുമ്പോൾ ബൈ ആവും. ബൈ y -1 വരും. ഇതാ x ഈക്വൽ ടു ഇവിടെ y -2 പോയി അവിടെ x മാത്രം ബാക്കി. x ഈക്വൽ ടു 3y -2 ബൈ y -1. y മൈനസ് നമ്മൾ കൊണ്ടുപോയി. അപ്പോൾ 3y -2 ബൈ y -1 കിട്ടി. ഇത് എന്താ പറയേണ്ടത്? ഇത് കണ്ടു. സോൾവ് ഫോർ എക്സ്. എക്സ് കണ്ടു. സോൾവ് ഫോർ എക്സ് ആ പറഞ്ഞത്. എക്സിന് സോൾവ് ചെയ്യാനാ പറഞ്ഞത്. കണ്ടു, എക്സ് കണ്ടുപിടിച്ചു. പിന്നെന്താ ചെയ്യേണ്ടത്? ചെക്ക് എക്സ് ബിലോങ്സ് ടു ഡൊമെയിൻ. ഈ എക്സ് എന്തായിരിക്കണം? ഡൊമെയിനിലെ അംഗമാണോ എന്ന് നോക്കണം. ശരിക്കും ഇവിടെ തന്നെ കണക്ക് കഴിയാണ്. ഇത്ര പറഞ്ഞാൽ മതി, ഇത്ര ചെയ്താൽ മതി. ശരിക്കും ഞാൻ പിന്നെ ആവർത്തിച്ച് ചെയ്തു, വേറെ കുറേ ഇതൊക്കെ വെച്ച് ചെയ്തു. അത് വലിയ കാര്യമൊന്നുമില്ല. ഇത് ഡൊമെയിനിലെ ഭാഗമാണോ എന്ന് നോക്കണം. ഡൊമെയിൻ എന്താണ്? ഡൊമെയിൻ എന്താ? R-3 ആണ്. ഞാൻ R എഴുതി. R-3 ഡൊമെയിൻ R-3. ഡൊമെയിൻ R-3. The domain. F in the domain. ഇതിനാ പറയാം ഏത് സെറ്റിനാ പറയാ? ഡൊമെയിൻ എന്ന് പറയാം. അപ്പോൾ അതാണ് ഡൊമെയിൻ R-3. എന്താ പറയാൻ കാരണം? ഇത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞത്? നമ്മൾ എക്സ് ഡൊമെയിനിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. നോക്കൂ, y 3y എവിടെ നിന്ന് എടുത്തു? നമ്മൾ കോഡൊമെയിനടുത്ത്. കോഡൊമെയിന് y എടുത്തു. അപ്പോൾ ഒന്നല്ലാത്ത ഇതിന്ന് y ഒന്നെടുത്തു. അതായത് ഒന്നല്ലാത്ത ഏത് സംഖ്യ നിന്നെടുത്തു? ഒന്നെടുത്ത പ്രശ്നം. ഇതൊന്ന് ഒന്നെടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഒഴികെയുള്ള ആറാണ് കോഡൊമെയിൻ. കോഡൊമെയിനാണ് y എടുത്തത് നമ്മൾ. ആ y എടുത്തിട്ട് y = 1 ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്തായിരിക്കുന്നത്? y = 1, 1 - 1 0 വരും. അപ്പോൾ 3y -2 ബൈ 0 എന്ന് പറഞ്ഞാൽ അത് അൺഡിഫൈൻഡ് ആവും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വെച്ചത്. അതേപോലെ സ്ത്രീയുടെ കാര്യത്തിലുണ്ടായിരുന്നു മുമ്പ്. അന്ന് പറയാൻ വിട്ടുപോയതാണ്. കഴിഞ്ഞതിലുണ്ടായിരുന്നത് 3ക്ക് ഉണ്ടായിരുന്നു. ഡിനോമിനേറ്റർ 3 വരും. അപ്പോൾ 3 - 3 വരുമ്പോൾ 0 വരും. ഇത് 1 - 1 വരുമ്പോൾ 0 വരും. y = 1. അപ്പോൾ y ഇത് 1 ഒഴിവാക്കിയുള്ള ആറിൽ അംഗങ്ങളെ ഉണ്ടാകും എന്നർത്ഥം. അങ്ങനത്തെ y കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കിട്ടുന്ന സംഖ്യ എല്ലായ്പ്പോഴും റിയൽ നമ്പറേ വരും. അപ്പോൾ റിയൽ നമ്പർ തന്നെ വരും എന്നർത്ഥം. മനസ്സിലായോ? അതായത് 3 ഒഴിവാക്കിയിട്ട് റിയൽ നമ്പർ തന്നെ വരും. അപ്പോൾ അത് എഴുതിയാൽ മതി. ഇറ്റ് ബിലോങ്സ് ടു R എന്ന് എഴുതി. R-3 ഇതാണല്ലോ ഡൊമെയിൻ. ഡൊമെയിൻ ഇതാണ് എ എന്ന് പറഞ്ഞാൽ ഡൊമെയിൻ. R-3 ആണ്. അതാണ്ട് എഴുതി വെച്ചാൽ അതാണ് ഡൊമെയിൻ. അതോടുകൂടി കണക്ക് കഴിഞ്ഞു എന്നർത്ഥം. ഇത് ഡൊമെയിൻ്റെ ഭാഗമായി എന്ന് പറഞ്ഞാൽ തന്നെ ഏറെക്കുറെ കഴിഞ്ഞു. പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ വേറൊരു തമാശ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ f(x) എന്ന് പറഞ്ഞാൽ
എന്തായി? അപ്പോൾ എക്സ് ഇതാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്താകും? എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിനായിട്ട് കാര്യം. ഇത് ബിലോങ്സ് ടു ആർ മൈനസ് റൂട്ട് 3 അല്ല ആർ മൈനസ് സെറ്റ് 3, അതായത് ബി എന്നർത്ഥം. അല്ല ബി അല്ല എ എന്നർത്ഥം. എയുടെ ഭാഗമാണെന്ന് പറഞ്ഞു. അത് തെളിഞ്ഞോടുകൂടി കണക്ക് കഴിഞ്ഞു എന്നർത്ഥം. പിന്നെ ഈ നിയമം വെറുതെ ഒന്നും ആവർത്തിച്ച് ചെയ്യാം. വൈ ഈക്വൽ ടു എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൈ ഈക്വൽ ടു ഈ എക്സിൻ്റെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? ഇതിൻ്റെ വില മുഴുവൻ കൊടുക്കണം. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നാൽ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? എഫ് ഓഫ് 3y മൈനസ് 2/y മൈനസ് 1 വരും. അത് വലിയ കാര്യമൊന്നുമില്ല. അത് അവസാനം y തന്നെ കിട്ടുക. അത് സംശയമില്ല, നോക്കാവുന്നേ ഉള്ളൂ. അത് വെറുതെ ഒരു വഴി എഴുതാൻ മാത്രം. എന്നാലും എഴുതാൻ നമുക്ക് കുറേ കൺസി ആയിട്ട് കണ്ട കുറേ കണക്കുണ്ടെന്ന് തോന്നും. അത്രേ ഉള്ളൂ ഈ കാര്യം. ഇംപ്ലൈ ചെയ്യും എന്താണ്? ഇത് ഫ്രാക്ഷൻ ചെയ്യാം. അപ്പം എന്താ? ഈ എഫ് ഓഫ് എക്സ് എങ്ങനെ കാണും? ഇതാണ് നിയമം. എഫ് ഓഫ് എക്സ് എക്സ് മൈനസ് 2/x-3 ആണ്. അപ്പം ഇത് ഇവിടെ ഇംപ്ലൈ ചെയ്യണം. അപ്പം ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 3y മൈനസ് 2/y-1 ഉണ്ട് എക്സിൻ്റെ സ്ഥാനത്ത്. അപ്പം എക്സ് മൈനസ് 2 എന്തായാലും 3y മൈനസ് 2/y-1 മൈനസ് 2 എന്നൊരു എക്സിൻ്റെ സ്ഥാനത്ത് അത് വന്നു. എക്സ് റീപ്ലേസ് ചെയ്ത് അവിടെ വെച്ചു. എക്സ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പം ആ എക്സിൻ്റെ സ്ഥാനത്ത് അത് റീപ്ലേസ് ചെയ്ത് വെച്ചു. പിന്നെന്ത്? ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഉണ്ട്. അപ്പോൾ അവിടെയും ഇത് വെച്ചു, ഇത് റീപ്ലേസ് ചെയ്തു. എക്സിനെ മാറ്റിയിട്ട് ഈ സാധനം അവിടെ വെച്ചു. 3y മൈനസ് 2/y-1 മൈനസ് 3 വന്നു. അത് കിട്ടി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഇതിന് ഒരേ ഡിനോമിനേറ്റർ ആക്കണം. y-1 ഡിനോമിനേറ്റർ ആക്കണം. ഡിനോമിനേറ്റർ ആണെന്ന് വെച്ചാൽ ഇതിനെ y-1 ഇവിടെ ഗുണിക്കണം, എന്നിട്ട് താഴത്തും ഗുണിക്കണം. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ. ആ കോമൺ ഡിനോമിനേറ്ററിന് ഒരു ഡിനോമിനേറ്റർ പുറത്തെടുത്തപ്പോൾ y-1 കിട്ടി. y-1 ഗുണിച്ചു. അപ്പോൾ ഇത് ഫ്രാക്ഷനായി. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതി? ഈ ഫ്രാക്ഷനായിട്ട് എഴുതി. അതായത് ഈ ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ ഇതിൻ്റെയും ഡിനോമിനേറ്റർ വരും. y-1 തന്നെ വരും. മുകളിലും ഗുണിച്ചു, താഴെയും ഗുണിച്ചു. ആ y-1 കോമൺ ഫാക്ടറിനെ താഴ്ത്തി കിട്ടുന്നത് താഴത്തായി. ന്യൂമറേറ്ററിലെ ക്രിയ മാത്രം ചെയ്തു. അതെന്താണ്? 3y മൈനസ് 2 മൈനസ് 2 3y മൈനസ് 2 2 ഇൻറ്റു y-1. ഈ y-1 രണ്ടിനെ കുടിക്കുമ്പോൾ 3y മൈനസ് 2 മൈനസ് ഓഫ് 2 ഇൻറ്റു y-1. അത് y-1 ഗുണിച്ചല്ലോ. y-1 വന്നു. ഒരു ഫ്രാക്ഷനായി കിട്ടി. ഒറ്റ ഫ്രാക്ഷനായി കിട്ടി. ഒരു വലിയ ഫ്രാക്ഷൻ. മുകളിലൊരു ന്യൂമറേറ്ററും ചെറിയൊരു ഡിനോമിനേറ്റർ. എൻ്റെ താഴെ ഇതേപോലെ ക്രിയ ചെയ്തു. താഴെ ഇത് ചെയ്തപ്പോൾ ഈ y-1 3നെ ഗുണിച്ചു. 3 ഇൻറ്റു y-1/y-1 അങ്ങനെ കിട്ടി. അപ്പോൾ താഴെ ഒരു ഫ്രാക്ഷൻ വന്നു. ഒരു വലിയ ഫ്രാക്ഷൻ. അപ്പോൾ ഇതിനെ ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷനും കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഫ്രാക്ഷനെ, ഈ മുകളിലുള്ള ഫ്രാക്ഷനെ താഴെയുള്ള ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഹരണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? താഴെയുള്ള ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് y-1 മുകളിൽ പോകും. മുകളിലുള്ള y-1 താഴെ y-1 വെട്ടിപ്പോകും. അപ്പോൾ ആ y-1 y-1 ക്യാൻസൽ ആവും. എന്ത് ബാക്കി ഉണ്ടാവും? 3y മൈനസ് 2 മൈനസ് 2 ഇൻറ്റു y-1 അത് മുകളിലുണ്ടാവും. മറ്റത് ക്യാൻസൽ ആയി പോകും. ഈ ഇത് മുകളിൽ പോകും. ഇതിൻ്റെ ഇവിടെ ഇത് y-2 ഇവിടെ വരുമ്പോൾ ഈ y-1 ക്യാൻസൽ ആയി പോകും. താഴെ എന്ത് വരും? 3y മൈനസ് 2 മൈനസ് 3y-1 ഇത് വരും. അത് നിങ്ങൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. സിമ്പിളാണ്, അത് ചെയ്യാൻ പറ്റാവുന്നുള്ളൂ. അപ്പോൾ അത് അങ്ങനെ കിട്ടി. ദാറ്റ് ഇംപ്ലൈസ്. നീ ഈ ബ്രാക്കറ്റ് മാറ്റുക. ഇത് ചുമ്മാ ഗുണിച്ചെഴുതാലോ. ഈ ബ്രാക്കറ്റ് ചുമ്മാ മാറ്റാം. 3y-2 എഴുതി. 3y-2 എഴുതി. മൈനസ് 2 ഇൻറ്റു y മൈനസ് 2y മൈനസ് 2 ഇൻറ്റു -1 പ്ലസ് 2. ഇതാ 3y-2 മൈനസ് 2y പ്ലസ് 2. ഇത്രയേ ഉള്ളൂ. അടുത്തതിൻ്റെ ബ്രാക്കറ്റ് മാറ്റാം. 3y-2 എഴുതി. -2 -3y കൊണ്ട് വിളിക്കുമ്പോൾ -3y -3 ഇൻറ്റു -1 പ്ലസ് 3 ഉണ്ടോ? ഇംപ്ലൈസ്. ഇതെന്ത് കിട്ടും? ഈ മൈനസും പ്ലസും +2 -2 ക്യാൻസൽ ആയി പോകും. 3y നിന്ന് 2y കുറച്ചാൽ y കിട്ടും. അതേമാതിരി 3y പോയി, ഈ -3y പോയി. ഇവിടെ -2 +2 കൊണ്ട് കൂട്ടുമ്പോൾ 1 കിട്ടും. അപ്പോൾ y-1 വന്നു. y/1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു y. ഇത്രയേ ഉള്ളൂ. അപ്പോൾ y തന്നെ കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് അവസാനം ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. ഇങ്ങനെ കിട്ടുമായിരുന്നാൽ ശരിക്കും ഇവിടെ തന്നെ അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. ഇത് പിന്നെ ഡൊമെയിനിൻ്റെ അംഗമാണെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു വഴി എല്ലാ പുസ്തകത്തിലും കാണുന്നുണ്ട്.
ഇതൊരു ആവശ്യമില്ലാത്ത എഴുത്താണ്, എന്നാലും ഇത് എഴുതാം നോക്കാം. എഫ് ഓഫ് ഇത്, എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഇത് കൊടുത്തു. എഫ് ഓഫ് ഇത് ഈക്വൽ ടു വൈ ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ വന്നു. ദെർഫോർ എഫ് ഈസ് ഓൺ ടു, എഫ് ഓൺ ടു ആണ് എന്ന് തെളിഞ്ഞു. ഇത് കുറച്ച് ക്ലംസി ആയിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല, ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലങ്ങളൊക്കെ ഏറെക്കുറെ ഈ ഓൺ ടുൻ്റെ അവസാനിപ്പിക്കുക. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് നീങ്ങണം. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് പഠിക്കാൻ, മനസ്സിൽ വയ്ക്കാൻ, ഓർമ്മിക്കുക. ഈ പ്രോബ്ലങ്ങൾ പല രീതിയിലും പല ആളുകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പമുള്ള രീതി ഇതാണ് തോന്നുന്നു. കാരണം ഏതെങ്കിലും സംഖ്യ കൊടുത്തിട്ട് അവസാനം നമ്മൾ കുടുങ്ങും. അപ്പോൾ അതിന് നല്ലത് ഇങ്ങനെ നോക്കുകയായിരിക്കും തോന്നുന്നത്. എനിക്ക് നന്നായി തോന്നുന്ന വഴിയാണ് ഞാൻ സ്വീകരിച്ചത്. അപ്പോൾ ഏതായാലും നിങ്ങളത് നന്നായി പഠിക്കുക. ഈ വർക്കിംഗ് റൂള് മനസ്സിൽ വെക്കണം. മറ്റേ ആദ്യം പറഞ്ഞ ആദ്യത്തെ റൂൾ ഉണ്ടല്ലോ, എന്താ പറയുക, ചില ഇതൊക്കെ നമുക്ക് ആരോ ഡയഗ്രം വായിച്ചാൽ വളരെ എളുപ്പമായിട്ട്, ആരോ ഡയഗ്രം വരച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കണക്കുകൾ വളരെ കുറച്ചുള്ളൂ. പക്ഷേ ആ കണക്കുകൾ അങ്ങനെ തന്നെ ചെയ്യാൻ ഏറ്റവും എളുപ്പം. അതല്ലാതെ വഴിക്കണക്കുകൾ ഭയങ്കര വഴിക്കണക്കുകളൊക്കെ വരുമ്പോൾ ഈ രീതി ഉപയോഗിക്കണം. ഇത്രയേ ഉള്ളൂ. ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാം നമുക്ക്. താങ്ക് യു.